പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീനിവാസൻ്റെ വിയോഗം കേരളത്തിന്, സിനിമാ ലോകത്തിന്, രാഷ്ട്രീയ ലോകത്തിന്, എഴുത്തിൻ്റെ ലോകത്തിന്, തിരക്കഥാ ലോകത്തിന്, ചിന്തകളുടെ ലോകത്തിന്, ഹാസ്യ ലോകത്തിന് നഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും എൻ്റെ മനസ്സിൽ വിശേഷിപ്പിച്ചൊരു വാക്ക് കേരളത്തോട് പറയുകയാണ്. കേരളത്തിൻ്റെ ചാർലി ചാപ്ലിൻ. അതേസമയം തന്നെ അദ്ദേഹം ഇടതിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നൊരാളാണ്. നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് വന്നേക്കുന്നത്. നാടോടിക്കാറ്റ്, ഇഷ്ടംപോലെ സിനിമകളുടെ എല്ലാം പേര് ഞാൻ പറയുന്നില്ല. ഈ സിനിമയിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകിയ വലിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം മറ്റൊന്നുമല്ല, സാധാരണക്കാരന് കഥ പറയാൻ സാധിക്കും, സാധാരണക്കാരൻ്റെ ജീവിത അനുഭവങ്ങളെ അഫ്രപാളികളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെയായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ്റെ ജീവിതത്തിൻ്റെ ചില തത്വങ്ങൾ. ആരെയും കൂസാത്താണ്. മോഹൻലാലിനെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയോട് ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ സംസാരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അത്രമാത്രം ശക്തിയുണ്ടായിരുന്നു. എന്നാൽ ഈ വിമർശനത്തിനകത്ത് പോലും ഒരു വ്യക്തിബന്ധവും നശിപ്പിക്കാതെ പോയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും നല്ല പ്രതിഭകളായിട്ട് ഇപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. IF India ഒരു കൊച്ചു ഗ്രൂപ്പാണ്. എങ്കിലും ബഹുമാനപ്പെട്ട ശ്രീനിവാസൻ്റെ വിയോഗത്തിൽ IF Indiaയുടെ ആദരാഞ്ജലികൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് IF Indiaയിലെ ഏതെങ്കിലും വ്യക്തികൾക്കോ കുട്ടികൾക്കോ എന്തെങ്കിലും നന്മയുണ്ടാകട്ടെ. ജോൺസൺ കരൂർ.